بسم الله الرحمن الرحيم. الحمد لله. اللهم صل وسلم وبارك عليه. يسر ولا تؤثر بزدنا علما وحلما وفهما وقدما حفظا ودبا كاملا ربي تمام بالخير والسعادة. اللهم اغفر لنا ولمشايخنا ولمصنف هذا الكتاب وجميع المصنفين المحدثين والشرعاء والاساتذة جميع عبادك الصالحين. صلى الله عليه وسلم وعلى آله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ മേലെ എങ്ങോട്ടാ ഇതെത്താ പിന്നീട്ട് കുത്തി വെച്ചിട്ടിക്കണേ അങ്ങയുടെ നിന്റെ നബിയുടെ മേലും വാല അലി ആ നബിയുടെ ആലിന്റെ മേലും മനസ്സിലായോ? എടുക്കാ മക്കല്ല അലാ നബിക്ക് മക്ക കും. ഈ ആല് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാം എന്നാ ജനിച്ചത് 150 എന്നാ അപ്പാത്തായത് 204 ഗസയിൽ ആണ് ജനിച്ചത്. അപ്പൊ യുദ്ധം നടക്കണില്ല. പിന്നെ ഈജിപ്തിലാണ് ഖബർ. മക്കയിലേക്ക് പോയി. ഷാഫി ഇമാം ജനിച്ച അന്നാണ് അബൂ ഹനീഫ മരണപ്പെടുന്നത്. 150 അന്നേ ദിവസം. അബൂ ഹനീഫ ഇമാമാണ് പ്രായമുള്ള ഇമാം. പിന്നെ മാലിക് ഇമാം. നാല് ഇമാമാരെ കൂട്ടത്തുനിന്ന് പിന്നെ ഷാഫി. പിന്നെ അഹ്മദ് ഇമാം ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്. 2 വയസ്സുള്ളപ്പോ മക്കയിലേക്ക് പോയി ഷാഫി ഇമാം. എത്ര വയസ്സുള്ളപ്പോ? അവിടെ വെച്ചാണ് ഖുർആൻ മനഃപ്പാടമാക്കിയത്. 7 വയസ്സായപ്പോ. 10 വയസ്സിലെ മുവത്ത മനഃപ്പാടാക്കി. ഉസ്താദ് മുസ്ലിമിന് ഖാലിദ് മുഫ്തിൽ മക്ക സിഞ്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന, സിഞ്ചി അറിഞ്ഞ മൂപ്പര് ഒരു തവിട്ട് നിറമായിരുന്നു. ആര്? മുസ്ലിമിന് ഖാലിദ്. അതുകൊണ്ടാണ് സിഞ്ചിക്കാര് തൗത്തറയ്ക്കും ഇരുനിറത്തി. ആരാണ് ഉസ്താദിന്റെ പേര്? ഷാഫി ഇമാമിന്റെ അന്നത്തെ മക്കയിലെ ഉസ്താദിന്റെ പേര്. ഫിഖ് പഠിച്ചത് മുസ്ലിമിന് ഖാലിദ് സിഞ്ചി. ഓർമ്മിച്ചോളൂടോ, മുസ്ലിം ഖാലിദ് സിഞ്ചി. 15 വയസ്സായപ്പോ ഫത്വ കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്തു ഉസ്താദ് ഖാലിദ് സിഞ്ചി. ഫത്വ കൊടുക്കാൻ വേണ്ടി സമ്മതം കൊടുത്ത് ഉമ്മയുടെ മടിത്തട്ടിലാണ് അവർ വളർന്നത്. യതീമായിട്ട്. ബാപ്പ മരിച്ചിട്ടുണ്ട് നേരത്തെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിനെ പറ്റി പറഞ്ഞത് ഇന്നഹു ഇമാമു ഖുറൈശിൻ ദക്കറഹു നബിയ്യു ബിഖൗലിഹി. അഹ്മദ് ഇമാം പറയാണ് ഷാഫി ഇമാം ആരാണെന്ന് അറിയോ? നബി തങ്ങൾ പറഞ്ഞ ആള് ഷാഫി ഇമാം. ആലിമു ഖുറൈശി അംലൗ തിബാഖൽ അർളി ഇൽമ. ഖുറൈശി പണ്ഡിതൻ വരാണ്ട് ഭൂമി മുഴുവൻ ഇൽമ നിറക്കുന്ന എന്ന് പറഞ്ഞത് ഷാഫി ഇമാമിനെ പറ്റിയാണ് എന്ന് ആര് പറഞ്ഞു? അഹ്മദ് ഇമാം പറഞ്ഞിട്ടുണ്ട്, ഹംബലി ഇമാം പറഞ്ഞിട്ടുണ്ട്. കാരണം 4 മദ്ഹബിന്റെ ഇമാമാരെ ആവട്ടെ മറ്റു അയിമത്താവട്ടെ ഖുറൈശിയായ പണ്ഡിതൻ ആരാണ്? ഷാഫി ഇമാമാണ്. ഇങ്ങനെ ഇത്രയും വിജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നത് അത് ഷാഫി ഇമാം തന്നെയാണ്. വേറെ ആരും ഖുറൈശികളിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും മൂപ്പര് ചെറുപ്പത്തില് ഉലമാക്കളോട് കൂടും എല്ലിലും തോലിലുമൊക്കെ ആയിരുന്നു. എഴുതി വെച്ചു. പിന്നെ മദീനയിൽ പോയി. പിന്നെ ബഗ്ദാദിൽ പോയി. 195 ഹിജ്റ. 180 ജനിച്ചത്. 195 ആവുമ്പോ 45 വയസ്സിലാണ്. ബഗ്ദാദിൽ പോയപ്പം ഷാഫി ഇമാമിന്റെ മദ്ഹബിലേക്ക് അവിടെയുള്ള കുറെ ആളുകൾ മടങ്ങി. പിന്നെ ഈജിപ്തിൽ പോയി. 195 ബഗ്ദാദില്, 199 മിസ്റില്. ഷാഫി ഇമാമിന്റെ ഉസൂലുൽ ഫിഖ്ഹിലുള്ള, അതായത് ജമുൽ ജവാമിയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായ ഉസൂലുൽ ഫിഖ്ഹിലുള്ള റിസാല ഷാഫി ഇമാമ്
രചിച്ചത് അവസാന കാലത്താണ്, ഈജിപ്തിൽ വെച്ചാണ്. ഷാഫി ഇമാമിന്റെ ഉസ്താദുമാരിൽപ്പെട്ടവരാണ് സുഫിയാൻ റളിയല്ലാഹു അൻഹു, സുഫിയാൻ സൗരി, സുഫിയാൻ ഇബ്നു ഉയൈന എന്നൊക്കെ പറയുന്നത്. ഷാഫി ഇമാം 150 ജനിച്ചു പറയുമ്പോ ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഖർനാണ് ഏറ്റവും ഖൈർ, അതേ സഹാബികളുടെ ഖർനാണെന്ന് വെക്കാം. ഏതായിരിക്കട്ടെ, ഉത്തമ നൂറ്റാണ്ടിൽ തന്നെയാണ് ജീവിതം. ഹിജ്റ 150-ലല്ലേ, 100 വർഷം വെച്ച് കൂട്ടുമ്പോ 2-ാം നൂറ്റാണ്ടിലാണെന്ന് വരും. പിന്നെ ഈ കർണിന് രണ്ടർത്ഥം വെക്കലുണ്ട്. ഒന്ന് 100 വർഷം കഴിഞ്ഞിട്ടുള്ള 100 വർഷം, അപ്പൊ 150 ആകുമ്പോ 2-ാം നൂറ്റാണ്ടാവും. കർണിന് തലമുറ എന്ന് അർത്ഥം വെക്കലുണ്ട്. അതായത് 1-ാം തലമുറ സഹാബത്തിന്റെ തലമുറ, 2-ാം തലമുറ താബികളുടെ തലമുറ, 3 തബഉ താബികളുടെ തലമുറ. അങ്ങനെ വെക്കുമ്പോ ഷാഫി ഇമാം തബഉ താബികളിലേക്ക് ആരംഭപ്പെടുന്നത്. കാരണം മാലിക് ഇമാം താബിയാണ്, സഹാബികളെ കണ്ടിട്ടുണ്ട്, ഏതോ ചില സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. അപ്പൊ മാലിക് ഇമാമിനെ കണ്ട ആളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉത്തമ നൂറ്റാണ്ടുകാരൻ എന്ന് പറയാൻ പറ്റുന്ന ആൾ തന്നെയാണ് ആര്? ഷാഫി ഇമാം. 3-ാം നൂറ്റാണ്ടുകാരൻ എന്ന് അങ്ങനെ പറയാം തബഉ താബിഈങ്ങൾ പെടുമ്പോ. സുഫിയാൻ ഇബ്നു ഉയൈന, മുസ്ലിം ഇബ്നു ഖാലിദ് സിഞ്ചി, മാലിക് റളിയല്ലാഹു അൻഹു, ബിൻ അനസ്, മുഹമ്മദ് ഇബ്നു ഹസൻ അശ്ശൈബാനി, വക്കീഅ റളിയല്ലാഹു അൻഹു. شكوت إلى وقيع سوء حفظي فارشدني إلى ترك المعاصي فإن العلم نور الله حقا ونور الله لا يعطى لعاصي. മനസ്സിലായോ? മൊബൈലില് തെറ്റ് ചെയ്യണക്ക് 100 കിട്ടൂല. ഇസ്മായിൽ ഇബ്നു യഹ്യ അൽ മുസിനി, ഇമാം മുസിനിയാണ്. ഹാരിസ് ഇബ്നു അസദ് അൽ മുഹാസിബി, ഹർമലത്ത് ഇബ്നു യഹ്യ അൽ മിസ്രി, ഹസൻ ഇബ്നു ജഅഫറാനി, ഹുസൈൻ ഇബ്നു സൽമാൻ അൽ കറാബിസി, റബീ ഇബ്നു സൽ മുറാദി, യൂസുഫ് ഇബ്നു യഹ്യ അൽ ബുവൈത്തി റഹിമഹുമുല്ലാഹ്. ഇവരൊക്കെ വലിയ വലിയ ബടാ പണ്ഡിതന്മാരാണ് അന്നത്തെ കാലത്തുള്ള. അവരൊക്കെയാണ് ഷാഫി ഇമാമിന്റെ ഉസ്താദുമാര്. റിസാല ഖദീം 2 റിസാല ഉണ്ട് ഷാഫി ഇമാമിന്. ഉസൂലുൽ ഫിഖ് എഴുതിയ കിതാബാണ്. ജവാമിയിലെ വിഷയം ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്യേണ്ടത്. ഒന്ന് റിസാലത്തുൽ ഖദീമ, റിസാലത്തുൽ ജദീദ. ഇഖ്തിലാഫുൽ ഹദീസ് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്, ഹദീസിലെ വൈരുദ്ധ്യങ്ങള് ജമ ചെയ്യുന്ന കിതാബ്. കിതാബുൽ ഉമ്മ ഉണ്ട്. റജബിലാണ് മരണം, 204. ഖുറാഫയിൽ, ഈജിപ്തിലെ ഖറാഫയിൽ മറമാടി, അസറിന്റെ ശേഷം. പിന്നെ എന്താ പറഞ്ഞ് ആല് എന്ന് പറഞ്ഞാൽ കമാ ഖാല ശാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം പറഞ്ഞതുപോലെ അഖാരിബുഹു, നബിതങ്ങളുടെ കുടുംബങ്ങളാണ്. പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതിന് വേണ്ടി അങ്ങനൊക്കെ വെക്കാം. അഖാരിബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരാണ്. അൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങളായ. ഏതിൽപ്പെട്ട എല്ലാ കുടുംബക്കാരുമല്ല. മിൻ ബനി ഹാഷിമിൻ വൽ, എന്താണടാ മുത്തലിബി, ഹാഷിമിന്റെയും മുത്തലിബിന്റെയും മക്കളിൽപ്പെട്ട. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അബ്ദു മനാഫിന് 4 മക്കൾ ഉണ്ടായിരുന്നു, അതില് 2 മക്കൾ മുഅ്മിനീങ്ങളായ കുടുംബക്കാർ. അവരുടെ മക്കളെല്ലാരും അല്ല, മുഅ്മിനീങ്ങളായ കുടുംബക്കാർ ഈ മക്കളിൽപ്പെട്ട. അവർക്കാണ് ആല് എന്ന് പറയാം, അല്ലാതെ ഫാത്തിമാവിന്റെ മക്കൾക്ക് മാത്രമല്ല. അബ്ദു മനാഫ് എത്രാമത്തെ വാപ്പയാണ് വിധങ്ങള്? 4-ാമത്തെ വാപ്പ. പറയണോ? أبوه عبد الله عبد المطلب وهاشم. ഹാഷിമ്, അബ്ദു മനാഫിന് ഹാഷിമ് എന്ന് പറഞ്ഞൊരു മകളുണ്ട്. ഈ പദാർത്ഥം പറഞ്ഞല്ലോ, ഹാഷിമിന്റെ മുത്തലിബിന്റെ മക്കളാണ്. മുത്തലിബ് എന്ന് പറഞ്ഞ മകനുണ്ട്. പിന്നെയുണ്ട് അബ്ദു ഷംസ് എന്ന വേറെ മകനുണ്ട്.
അതില് ഈ നാല് മക്കളിൽ ഈ രണ്ട് മക്കളുടെ കുടുംബങ്ങൾക്കാണ് 4 എന്ന് പറയുന്നത്. കാരണം ഇവരാണ് നബിതങ്ങളെ സംരക്ഷിച്ചതും പോറ്റി വളർത്തിയതും നബിതങ്ങൾ പ്രബോധനം ചെയ്തപ്പോഴും കൂടുതൽ സപ്പോർട്ട് നിന്നതൊക്കെ. അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിലും സംരക്ഷണ ചുമതലകളെ ഏറ്റെടുത്തവരാ. നബിതങ്ങളെ ഹാഷിമി കുടുംബാണ്. ഹാഷിമിക്കാർ പ്രത്യേകം സംരക്ഷിച്ചിരുന്നു. ഹാഷിമിക്കാരും മുത്തലിബുകാരും പേടിച്ചിട്ടാണ് എന്താക്കിയത് തന്നെ മറ്റാൾക്കാര് കുറേശികളായ മറ്റാൾക്കാരില്ല, വേറെ കുടുംബക്കാരല്ല, അപ്പുറത്ത് വലിയ കുടുംബത്തിലൂടെ ഇങ്ങോട്ട് വരണം. അവരാരും തൊടാൻ കഴിയാവുന്നത് ഇവരെ സംരക്ഷണം കാരണം. അപ്പൊ അവർക്ക് ആലില് പ്രത്യേകം പരിഗണന കൊടുത്തതാണ്. ഈ ബനി എന്ന് പറഞ്ഞാല് ആണ് പെണ്ണ് പെട്ടിട്ടോ. ഹാസിമിന്റെ ബനി എന്ന് പറഞ്ഞാല് ബനാത്ത് പെട്ട്, ഔലാദ് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഹാസിം എത്രാമത്തെ വല്യപ്പ? എത്രാമത്തെ വാപ്പ? വല്യപ്പ രണ്ടാമത്തെ. മൂപ്പര് കച്ചവടക്കാരനായിരുന്നു. മൂപ്പരാണ് ഹാസ്യമാണ്. 2 കച്ചവടമാണ് ഇവര് ചെയ്തിരുന്നത്, തണുപ്പ് കാലത്തും സൈഫ് കാലത്തും. ആ കച്ചവടം ഒന്ന് യമനിലേക്കും ഒന്ന് ഷാമിലേക്കും ആയിരുന്നു കച്ചവടം. അങ്ങട്ടാ ഷാമ പറഞ്ഞാൽ നമ്മളെ പലസ്തീൻ ഭാഗത്തേക്ക്, ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക്, യമനിക്കും. ഇത് നടപ്പിലാക്കിയത് ഹാഷിമ. മക്കത്തുനിന്ന് ഇങ്ങനെ ഒരു കച്ചവടം തുടങ്ങല് നടപ്പിലാക്കിയത് ഹാഷിമ. ശരീര ഭക്ഷണം കൊടുക്കുന്ന പരിപാടി തുടങ്ങിയതും ഹാഷിമ. മക്കാർക്ക് അവിടെ അഞ്ചിന് വരുന്നുണ്ട്. മൂപ്പര പേര് യഥാർത്ഥ അമ്രാണ് ഹാഷിമിന്റെ. ഹാഷിമ എന്നല്ല, മൂപ്പര് ഖുബ്സ് റൊട്ടിയൊക്കെ ഹസ്മി ചെയ്യുന്ന ആളായത് കൊണ്ടാണ് ഹാഷിം എന്ന് പേരിട്ടത്. അബ്ദുമനാഫ് ഇബ്നു ഖുസൈ ആണ് ബാപ്പ. ഉമ്മന്റെ പേര് ആത്തിഖ്, ഹാഷിമിന്റെ ഉമ്മന്റെ പേര് മുറത്തിന്റെ മോള്. സൗജാത്തുകള് സൽമ, അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ട് മോളുണ്ട്, കേട്ടുകണ? അസദ്, സൈഫ്, അബു സഫി, നദല, ഷിഫ, ഖാലിദ, ലഈഫ, റഖിയ, ഹയ്യ എന്ന് പറയുന്നത്. 33 വയസ്സിൽ മരിച്ചിട്ടുണ്ട് ഹാഷിം. എവിടെ വെച്ചത് അറിയോ ഹാഷിമിന്റെ മരണം? ഇന്നലെ പറഞ്ഞതാ, മദീനത്ത് വെച്ചായിരുന്നു മരണം. അപ്പോഴാണ് ഹാഷിമിന്റെ മോന് ഷൈബ അവിടെ മദീനത്ത് പെട്ടത്. ആരെ? അബ്ദുൽ മുത്തലിബ്. മുത്തലിബ് എന്ന് പറഞ്ഞാല് അമ്മു അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബിന്റെ ആരാണ്? മുത്തലിബ് പാപ്പ ഹാഷിമിന്റെ അനിയനായിട്ടാണ്. അപ്പൊ ആരാ? അളാപ്പ മുത്താപ്പറ്റാണ്. അമ്മ ആരാ? ഷൈബന്റെ. അബ്ദുൽ മുത്തലിബിന്റെ അമ്മാണ് ആര്? മുത്തലിബ്. നേരത്തെ പറഞ്ഞില്ല ഹാഷിമു മുത്തലിബ് എന്ന് പറഞ്ഞില്ല, അതിലുള്ള മുത്തലിബ് ഹാഷിമിന്റെ സഹോദരനല്ലേ. അപ്പൊ ആരാണ്? അബ്ദുൽ മുത്തലിബിന്റെ അമ്മാണ്. അവരുടെ അമ്മന്റെ പേര് ആത്തിക്കൻ. നേരത്തെ പറഞ്ഞല്ലോ ആത്തിക്കനെന്ന്. മറ്റാളമ്മന്റെ പേര് ആത്തിക്കല്ല. രണ്ടാളും സഹോദരന്മാരിലിടോ, പിന്നെ രണ്ടാളമ്മ ഒന്നല്ലേ അവരൊക്കെ. ഈ മുത്തലിബിലേക്ക് ഷാഫി ഇമാമിന്റെ തറവാട് മുത്തലിബിലേക്ക് ചേരുന്നുണ്ട്. ഷാഫി ഇമാമ ആരിലേക്ക് ചേരുന്നുണ്ട്? ഖുറൈശല്ല ഷാഫി ഇമാമ, ഞങ്ങളല്ല. മുത്തലിബിലേക്ക് ചേരുന്നു. ഷാഫി പിന്നെ അബ്ദുമനാഫ് എന്ന് പറഞ്ഞാല് അഹദു സാദത്തി മക്ക വ ഖുറൈശ് ഇലൈഹി യുൻസബു അൻഹു അബ്ദുമനാഫ് വഹുവ അല്ലദി അഖദ ലി ഖുറൈശ് അൽ ഈലാഫ അബൂഹു ഖുസയ്യ് ലാ ഉമ്മുഹു ഹബി ലഹു സൗജത്താനി ആതിക വാഖിദ വലു അർബഉ ബനീന. 4 മക്കള്. ആർക്ക്? ഞാൻ അബ്ദുമനാഫിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ കേട്ടില്ല, അങ്ങനെ മലയാളം പറഞ്ഞു. അബ്ദുമനാഫിന് 4 മക്കളുണ്ട്. ആർക്ക്? അബ്ദുൽ ഷംസ്, നൗഫല്, ഹാഷിമ്, മുത്തലിബ്.
അതില് നമ്മളെ രണ്ടെണ്ണാണ് നമ്മളെ ആല്. മനസ്സിലായ? അബ്ദുമനാഫിന് ഇഖ്വത്തുണ്ട്, സഹോദരന്മാര്. അബ്ദുദ്ദാർ, അബ്ദുൽ ഉസ്സ മുഅല്ലാത്തിൽ മരണപ്പെട്ടു. പിന്നെ അടുത്ത് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം ശാഫി ഇമാം ഇങ്ങനെ പറഞ്ഞു. എന്താ? അബ്ദും ആസിമിന്റെ മുത്തലിമിന്റെ മക്കളിലെ അക്കാരിബ് മുഅ്മിനീങ്ങളാണ് ആല് എന്ന് പറഞ്ഞാല്. അതിന്റെ തെളിവെന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം വിധങ്ങളെ കസ്സമ ആല് എന്ന് പറഞ്ഞാൽ ഇവരാണെന്നുള്ളതിന് തെളിവ് പറഞ്ഞൂടാ, കുഴപ്പമുണ്ടാ? സല്ലല്ലാഹു അലൈഹി വസല്ലം കസ്സമ നബിതങ്ങളെ ഓഹരി ചെയ്തു. ദവിൽ ഖുർബ, ഖുർആനിൽ വലിദിൽ ഖുർബാനുണ്ട്. യുദ്ധത്തിന് കിട്ടിയ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന്? ദവുൽ ഖുർബക്ക് കൊടുക്കണമെന്ന് ഒരു വിഭാഗമാണ്. യുദ്ധത്തിലെ കിട്ടിയാലോ ഗനീമത്ത് സ്വത്തൊക്കെ കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് ഒരു ദവിൽ ഖുർബ. ഖസ്സമ നബി തങ്ങളെ ഓഹരി ചെയ്തു. സഹുമ ദവിൽ ഖുർബ. ആ ചെക്കനോടെ അവിടെ കയറിക്കട, ശൈത്താനുമാര് അവിടെ പോയിക്കണേ, ഇവിടെ വന്നിട്ട് ഇവിടെ ഖുർബന്റെ സഹ്മിനെ നബി തങ്ങൾ ഓഹരി ചെയ്തു. فاعلموا أنما غنمتم من شيء وأن الله خمسه للرسول ولذي القربى. ذي القربى എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർക്ക്, നബി കുടുംബം, അവരുടെ അവര് ബൈനഹും ആർക്കിടയിൽ ഓഹരി ചെയ്തു? ബൈനഹും ആസിമിന്റെ മുത്തലിമിന്റെ മക്കൾക്ക് ഓഹരി ചെയ്തു. ദവിൽ ഖുർബ, ദവിൽ ഖുർബന്റെ സഹ്മിനെ ഓഹരി ചെയ്ത ആർക്കാണ്? ബൈനഹും. ബൈനഹും എന്ന് പറഞ്ഞാല് ബനു ഹാസിമിനും മുത്തലിബിനും ഓഹരി ചെയ്തു. മനസ്സിലായ? അത് എത്രയാണ് അവർക്കുള്ള ഓഹരി? ഹുമുസുൽ ഹുമുസ്. എത്രയാണ്? അഞ്ചിലൊന്നിന്റെ അഞ്ചിലൊന്ന്. എന്താ? അഞ്ചിലൊന്നിന്റെ അഞ്ചിലൊന്ന്. കിട്ടണ മുതല്, ഗനീമത്തുനിന്ന് കിട്ടണ മുതല് മൊത്തത്തിൽ എന്താക്കും? 5 ഭാഗാക്കും. ഒന്നല്ല, 5 ഭാഗാക്കിയിട്ട് അതില് 4 ഭാഗം കുറച്ചാൾക്കാർക്ക് കൊടുക്കും. പിന്നെ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തെ വീണ്ടും എന്തായിട്ട് മുറിക്കും? 5ആയിട്ട് മുറിക്കും. അതില് ഒരു കാര് നബി കുടുംബങ്ങളാണ്. മനസ്സിലായ? അതിലൊരു വിഭാഗം താരിക്കം മിൻഹും നബി തങ്ങൾ ഒഴിവാക്കിയതായ നിലക്കാണ് കൊടുത്തത്. സഹ്മിൽ നിന്നും, മിൻഹു തന്നെ എന്താടാ, ആ സഹ്മിൽ നിന്നും ഒഴിവാക്കിയതായ നിലക്ക്. ആരെ? വൈറഹും ബനു ഹാശിമും വൈമത്തിൽ അല്ലാത്തവർ ഒഴിവാക്കിയതായ നിലക്ക്. അതാരിൽപ്പെട്ട? മിൻ ബനി അമ്മയും, അവരുടെ 2 ഈ ബനിന്റെ 2 അമ്മില്ല, ഈ മക്കളെ അമ്മ, 2 അമ്മ. ഈ ആരുടെ? മുത്തലിബിന്റെ അമ്മല്ല, അവിടെ മക്കളുടെ അമ്മ. ബനു ഹാസിമിന്റെ ബനു മുത്തലിബിന്റെ അമ്മ. നമ്മളല്ല എടോ, ചങ്ങന്മാർക്ക് ബുദ്ധിയില്ല. അബ്ദുമനാഫിന്റെ മറ്റേ 2 മക്കള് ആരുടെ അമ്മ ആയിരിക്കും? ഹാസിമിന്റെ മുത്തലിബിന്റെ മക്കളുടെ അമ്മ ആയിരിക്കും. മനസ്സിലാ? ബനു ഹാസിമിന്റെ മുത്തലിബിന്റെയും 2 അമ്മിന്റെ മക്കൾക്ക് ഒഴിവാക്കി, മക്കൾക്ക് കൊടുത്തില്ല. താരിക്കൻ ഒഴിവാക്കിയതാ നിലക്ക് മിൻഹുവസഹമിൽ നിന്നും. വൈറഹും ഈ ബനു ഹാശിമും ബനു മുത്തലിബ് അല്ലാത്തവര്. അതാരാൽ? ബനി അമ്മയും, അവരുടെ 2 അമ്മിന്റെ മക്കളാൽ. ആരാണ് അമ്മുകൾ? അമ്മയെന്ന് പറഞ്ഞ ആരാണ്? നൗഫലും അതാണ്. എന്തോടുകൂടെ അവരെ ഒഴിവാക്കി? അവര് ചോദിച്ചിട്ട് പോലും അതിനെ, അസഹമിനെ. അവര് മോമിനീങ്ങളായ ശേഷം തന്നെ, കുറെ ആളുകൾ പിന്നീട് മോമിനീങ്ങളായ അവർക്ക് വരെ നബി തങ്ങൾ എന്തായില്ല?
കൊടുത്തി. അപ്പൊ ദവിൽ കുർബയിൽ ആര് പെടൂല എന്ന് മനസ്സിലായി. ഖുർആനില് നബി കുടുംബം എന്ന് പറഞ്ഞതിൽ ഇവർ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് നബിതങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ദവിൽ കുർബയിൽ ആരേ ഉള്ളൂ, ഇവര് മാത്രമേ ഉള്ളൂ ട്ടാ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നബിതങ്ങളുടെ പ്രവർത്തനം ഇതിനെ തഫ്സീസാക്കി. എല്ലാ ദവിൽ കുർബയും പെടുത്തൂല. ദവിൽ കുർബ ഇവര് മാത്രമേ പെടുള്ളൂ. അപ്പൊ അവര് മാത്രമേ ആലും പെടുള്ളൂ. ആലാണ് ദവിൽ കുർബ. സക്കാത്ത് വനീമത്ത് വാങ്ങുന്ന ആ വിഭാഗം. മനസ്സിലായോ? പിന്നെ ബുഖാരി ഇമാമിന്റെ കഥ വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വദഖ. എന്താണ് തീ എന്ന് പറഞ്ഞത്? ഇതിന്റെ ഇസ്മാണ്, ഇസ്മിന്റെ ബദലാണ്. മനസ്സിലായ? ഇന്നഹ ഇസ്മാവുമ നസ്ബിട്ടാണോ? നസ്ബോടെ എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? എന്താ കാരണം? ഫضല എന്താ? എടാ ഫضലിന്റെ അത്ര എന്തല്ല, ഫضലാണ് കേരുന്നതാ. ഇന്ന ഹാദിഹി സ്വദഖാത്തി, നിശ്ചയ സ്വദഖകളെ നബിതങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു. ഇന്നമാഹിയ, ഈ സ്വദഖകളെ, അതായത് വക്കാല, ഇതിനെ പറ്റി പറഞ്ഞതാവണമെന്ന് ചേട്ടാ. നബിതങ്ങൾ പറഞ്ഞു. ഒരു പുതിയ വിഷയം കൂടി പറയാം. വക്കാല ഒന്ന് നേരത്തെ ഒരു മറ്റൊരു തെളിവും കൂടി പറയാം. ആല് എന്ന് പറഞ്ഞാൽ ആരാണെന്നല്ലേ. വക്കാല നബിതങ്ങൾ പറഞ്ഞു, സ്വദഖി സക്കാത്തും പൈസ ഇന്നമാഹിയാത് ഔസാഫുന്നാസി, ജനങ്ങളുടെ ചേറുകളാണ്, മുതലിന്റെ ചളികളാണ്. അവിടെ ചളികളാണെന്ന് പറഞ്ഞാൽ മിസ്ലുഹ എന്ന് വെക്കണം. ചളിയെ പോലെയാണ്, ചളി എന്ന് പറയണ്ട, ചളിയെ. എന്തുകൊണ്ട് അങ്ങനെ ചളിയോട് തുല്യപ്പെടുത്തിയതാ? എന്തുകൊണ്ട്? അവരുടെ വലിയ സ്വത്തുക്കളെ ശുദ്ധി വരുത്തുന്നതാണ് സക്കാത്ത് കൊടുത്താൽ. സക്കാത്ത് കൊടുത്താൽ മുതലാളിമാരുടെ സ്വത്തുക്കളെ എന്താക്കി? ഫക്കീറന്മാരതും അങ്ങോട്ട് മാറ്റിയിട്ട് ആ ഫക്കീറന്മാരതും കൂടി കലർന്ന സ്വത്താണുള്ളത് ഇതിലുള്ളത്. ഇവരുടെ അവകാശത്തിലുണ്ടല്ല. അപ്പൊ അത് ആ സ്വത്തുക്കളെ തൊട്ടൊക്കെ ഇവരെ മാത്രം സ്വത്താക്കി മാറ്റി ശുദ്ധിയാക്കി. അപ്പൊ ഇത് എന്ത് പോലെയാണ്? ഇത് ഇവരെ മുതലിലേക്ക് ചേർക്കുമ്പോ എന്ത് കുടുങ്ങിയ മാതിരിയാണ് ഈ മുതല്? ഇത് ചേറ് കുടുങ്ങിയ മാതിരിയാണ്. അപ്പൊ ആ ചേറിനെ ആയിട്ട് മാറ്റിയിട്ട് ആ ചേറ് ആവശ്യമുള്ളവർക്കാണ് മാറ്റി കൊടുത്തത്. പിന്നെ എന്നറിയില്ലേ ഖുർആനില് സക്കാത്ത്, നീ അവരെ ശുദ്ധീകരിക്കണം എന്ന് സക്കാത്ത് വാങ്ങിയിട്ട്. നിശ്ചയം നീ സദഖ അത് ഹലാലല്ല മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിക്കും വല ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ആലിനും. ആലിലെ ഹാഷിമി കുടുംബം പെടല്ല. അപ്പൊ ഫാത്തിമയുടെ മക്കള് പെടും. അലിയാരുടെ മക്കളൊക്കെ പെടും. അലിയാരും മാല തന്നെയാണ്. അലിയാരും അബ്ദുൽ മുത്തലിബിന്റെ മകനല്ലേ? അലീബിൻ അബി താലിബിന്റെ മകനല്ലേ? അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ പെട്ട അബൂ താലിബിന്റെ മകനല്ലേ? അപ്പൊ അതിലേക്ക് നോക്കുമ്പോൾ ആലിയാരും ആലിൽപ്പെടുണ്ട്. തങ്ങളെ മകനാകണമെന്നില്ല. പിന്നെ മുസ്ലിമൻ. അപ്പൊ ആലിനെ സക്കാത്തില്ല. പിന്നെ വിധങ്ങൾ പറഞ്ഞു, ഞാൻ ഹലാലാക്കുന്നില്ല ലക്കും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് അഹ്ലൽ ബൈത്ത് എന്നാണ് ഉദ്ദേശം. അഹ്ലൽ ബൈത്ത് പറഞ്ഞാല് അഹ്ലൽ ബൈത്ത് നിങ്ങൾക്ക് ഹലാലാക്കുന്നില്ല സ്വതക്കകളിൽ നിന്ന് ഒരു വസ്തു സ്വതക്കങ്ങൾ വാങ്ങരുത്, സക്കാത്ത് വാങ്ങരുത്. കൈ കഴുകിയ ബാക്കിയും വാങ്ങരുത്. ഇത് കൊണ്ട് ഉദ്ദേശം അമ്പുസെന്ന് വെക്കുക, കൈ എന്നല്ല, ശരീരം. അതായത് ശരീരത്തിന് പറ്റിയ ഐദി എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഹുസാലത്തുൽ ഐദി പറഞ്ഞാല് നഫ്സുകളുടെ കഴുകിയ വേസ്റ്റ് സക്കാത്ത് കൊണ്ട് മുതലിനും കഴുകുണ്ട്,
ആ മുതലാളിനും കഴിവുണ്ട്. അപ്പൊ അവരുടെ നഫ്സുകൾ കഴുകിയ ആ വേസ്റ്റിനെ നിങ്ങൾക്ക് നമ്മൾ ഹലാലാക്കുന്നില്ല. ആ മനസ്സിലായില്ല? ലാ ഉഹില്ലു ലക്കും മിനസ് സദഖാത്തി ശൈഅൻ വലാ ഉസാലത്തൽ ഐദി. കൈ കഴുകിയ നഫ്സ് കഴുകിയ ആണ് ഈ വേസ്റ്റ് മുതലിന് നിങ്ങൾക്ക് അവരുടെ ശരീരത്തെ ശുദ്ധിയാക്കലാണ്. ശരീരത്തിലെ ആ പിശുക്കിന് ഒക്കെ ശുദ്ധി വരുത്തും സക്കാത്ത് കൊടുക്കുമ്പോൾ. മുതലാളിയുടെ പിശുക്കിന് 2% സക്കാത്ത് കൊടുക്കുമ്പോൾ മുതലാളിയുടെ പിശുക്കിന് എന്താക്കും? ശുദ്ധി വരുത്തുണ്ടല്ലോ. അവിടെ നഫ്സിനെ ചീത്ത ചിന്തകളെ തൊട്ടും ആ പിശുക്ക് എന്ന ആ ചളിയെ തൊട്ടൊക്കെ ശുദ്ധിയാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് ശരീരത്തെ ശുദ്ധിയാക്കിയ വേസ്റ്റിനെ നിങ്ങൾക്ക് ഹലാലാക്കുന്നില്ല. ഇന്നലക്കും നിക്ഷയം നിങ്ങൾക്കുണ്ട് അഞ്ചിലൊന്നിൽ ഇന്ന ലക്കും ഇസ്മാവല്ലേ ഒന്നുണ്ട് യക്ഫീക്കും എങ്ങനെയുള്ള ഒന്നുണ്ട്? നിങ്ങൾക്ക് അഞ്ചിലൊന്നിലുണ്ട് ഒന്നുണ്ട് യക്ഫി, അത് മതിയാക്കും നിങ്ങളെ. യുഗ്നീക്കും, അത് നിങ്ങളെ ഐശ്വര്യമാക്കും. അത് കിട്ടിയാൽ തന്നെ മതി. യുഗ്നീക്കും എന്ന് പറഞ്ഞാല് യക്ഫീക്കും നിങ്ങളെ മതിയാക്കുന്നുണ്ട്. അന്നല്ല നിങ്ങൾ എന്തെന്നെ ചെയ്യും? അത്യാവശ്യം മുതൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഖുമുസാണ് നിങ്ങളുടെ. അപ്പൊ ആല് എന്ന് പറഞ്ഞതും അഖില ബൈത്ത് എന്ന് പറഞ്ഞതും ഖുർബ എന്ന് ദബിൽ ഖുർബ എന്ന് പറഞ്ഞതൊക്കെ ഒന്ന് തന്നെയാണെന്ന് മനസ്സിലായി. നേരത്തെ ദബിൽ ഖുർബ എന്നുള്ള പേര് പറഞ്ഞപ്പോഴാണ് അവിടെ പേരിട്ടത്. ഇവിടെ അഖില ബൈത്ത് എന്ന് പേരിട്ട്. അതൊക്കെ ഈ അനുഹാശിമും ബനുമുത്തലിബാണ്. മനസ്സിലായ? പിന്നെ ഇവിടെ ആല് എന്ന് പേരിട്ട്. അപ്പൊ ആല്, അഖില ബൈത്ത്, ദബിൽ ഖുർബ 3 പേരുണ്ട്. പിന്നെ തബറാനി തബറാനി ഇമാമ അവരുടെ മുഅ്ജമുൽ കബീർ, മുഅ്ജമുൽ സഗീറും ഉണ്ട്, തബറാനി ഇമാമിന് കബീറും ഉണ്ട്. മുഅ്ജമുൽ കബീറിലാണ് ഈ ഹദീസ് റിപ്പോർട്ട്. മുഅ്ജമുൽ ഔസത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്. ദലായിൽ നുബുവ ഉണ്ട് തബറാനി ഇമാമിന്. മൂപ്പർക്ക് അവസാനം കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ട്. മൂപ്പര് പറഞ്ഞിനി എന്നെ മതനിഷേധികളായ ആളുകൾ സിഹർ ചെയ്തതാണ്. ഹിജറ 360 മരണപ്പെട്ട ഇമാമാണ് തബറാനി. പിന്നെ ഈ ഹദീസ് മൊത്തത്തിൽ കൂട്ടുമ്പോ എന്ത് മനസ്സിലാകും? ആല് എന്ന് പറഞ്ഞാല് അഖാരിബുൽ മുഅ്മിനൂന മിൻ ബനി ഹാശിമി വൽ മുത്തലിബ് എന്ന് ഇതെല്ലാം കൂടി കൂട്ടി കഴിച്ചാല് സുഖത്തെത്തിയിട്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ രൂപം പറയുന്നു. പിന്നെ സഹീഹുള്ളത് മണല് നോക്കാം. ജവാസ് ഇലാഫത്തിഹി ഇലാ ദമീരി പല ആലിഹി. ഈ ആലിനെ ഇലാഫത്ത് ചെയ്യാം. പുതിയ വിഷയം പറയാം. ആലിനെ ഇലാഫത്ത് ചെയ്യാൻ പറ്റും അതിന്റെ ദമീറിലേക്ക്. സമസ്താമന് മുസ്ലിം മുസ്ലിം അങ്ങനെയുള്ള പറയാ ആലിഹി അല്ലേ? അൽ ആലി എന്നും പറയാ, ആലിഹി എന്നും പറയാന്നർത്ഥം. ഇലാഫത്ത് ചെയ്യാതെ അലിഫ്ലാം കൊടുത്തുകൊണ്ട് പറയാം. പറ്റൂലെന്ന് ചിലരാരോ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഞങ്ങളുടെ സ്വഹാബികളുടെ മേൽ ഉണ്ടാവട്ടെ. സ്വഹബിഹി എന്നത് വാക്കെന്താ? സ്വഹബ്. സ്വാഹിബി എന്നതിന്റെ ഇസ്മു ജമ്മല്ല. അതായത് നബിതങ്ങളുടെ സ്വാഹിബിന്റെ ഇസ്മു ജമ്മല്ല കേട്ടാ, സ്വാഹിബിഹിന്റെ ഇസ്മു ജമ്മാണെന്ന് നമുക്ക് പറഞ്ഞത്. ജമ്മുല്ലി സ്വാഹിബി. നബിതങ്ങൾക്കുള്ള സ്വാഹിബ് എന്ന് പറഞ്ഞാല്
ആ സ്വാഹിബിന്റെ ഇസ്മു ജമ്മായിട്ടാണ് സാഹിബ് ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാ സ്വാഹിബിന്റെ ഇസ്മു ജമ്മല്ല. അങ്ങനെ അവിടുന്ന് കിട്ടുന്നുണ്ട്. മനസ്സിലായ? ഏത് മൈനാക്കുള്ള സ്വാഹിബ്? സ്വാഹിബിന്റെ ഇസ്മു ജമ്മാണ്. ഏത് സ്വാഹിബി? ആ സ്വാഹിബിന്റെ സിഫത്താണ്. സ്വഹാബി എന്ന സ്വഹാബി ആരാന്ന് പറയണ്ടേ? സ്വഹാബി നബിതങ്ങളെ കൂടെ ജീവിച്ചാണ്. സ്വഹാബി എന്ന മൈനാക്കുള്ള ഒരു സ്വാഹിബി ഇല്ലേ? ആ സ്വാഹിബിന്റെ ഇസ്മു ജമ്മാണ് സഹബി എന്നുള്ളത്. ജമ്മല്ല, ഇസ്മു ജമ്മ. അപ്പൊ സ്വഹാബി എന്ന മൈനാക്കുള്ള സ്വാഹിബിന്റെ ഇസ്മു ജമ്മ മാത്രമാണ്, എല്ലാരും സ്വാഹിബിന്റെ അല്ല. സ്വഹാബി എന്ന് പറഞ്ഞാല് അവസാനം പറഞ്ഞ ബിമാന സ്വഹാബി എന്ന് പറഞ്ഞില്ല. സ്വഹാബി എന്ന് പറഞ്ഞാല് പിറകെ വരുന്നുണ്ട്. അത് കൂടുതൽ വിശദീകരണം പിറകെ വരുന്നുണ്ട്. രണ്ടാം ബാബില് വരുന്നുണ്ട്, രണ്ടാം കിതാബിൽ. പിന്നെ മൻ ഒരുത്തരാണ്. ബഹുവ മൻ ഇജ്തമ, അയാൾ ഒരുമിച്ച് കൂടി മുഅ്മിനായ നിലക്ക് നമ്മളെ സയ്യിദിന്റെ കൂടെ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, മനസ്സിലായ, മുഅ്മിനായ നിലക്ക് ഒരുമിച്ച് കൂടിയാണ്. മൂപ്പരപ്പന്ത നിർവചനം പറഞ്ഞത് സ്വഹാബിന്റെ മുഅ്മിന ഹാല, മുഅ്മിനായ നിലക്ക് കുറെ കാലം ഒന്ന് ഒരുമിച്ച് കൂടിയാ മതി. കുറെ സമയം നിൽക്കണമെന്നൊന്നുമില്ല, ഒരുമിച്ച് അങ്ങോട്ട് കൂടിയാ മതി. കാണണം എന്ന് പറയട്ടെ ചേട്ടാ. കണ്ണുവട്ടന്മാരെ ഒരുമിച്ച് കൂടിയാലും സഹാബി തന്നെയല്ല. ഇവിടെ സ്വപ്നത്തിൽ ഒരുമിച്ച് കൂടിയാ മതിയോ? റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നിബിധങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരുമിച്ച് കൂടിയാ മതിയോ? അത്യാവശ്യം വരില്ല. ഹയാത്തിഹി എന്ന് പറഞ്ഞില്ലല്ലേ? പറഞ്ഞേ ഒന്നിച്ച് കൂടുതൽ വഫാത്തിന് ശേഷം ഒന്നിച്ച് നോക്കി. അപ്പൊ അമ്പിയാക്കൾ വിധങ്ങൾ കൂടെ ഒരുമിച്ച് കൂടിയിട്ടില്ല. അത് നബിയൊക്കെ ആകാശത്ത്. അപ്പൊ സഹാബിയാണോ? കൂടുതൽ വിശദീകരണം പലകാരുണ്ട്. ഒക്കെ ചോദ്യമാണ്, ഒക്കെ പഠിക്കേണ്ടതാണ്. പൊട്ടന്മാരമായി നടക്കാനുള്ളതല്ല എന്നർത്ഥം. അത് സൂചിപ്പിച്ചതാ. ഇത്തരം നമ്മൾ കണ്ടെത്താം. പിന്നെ മാതിയാണ് മുസന്നിഫ് അത്ബ ചെയ്തു. ഇതിപ്പോ ഇവിടെ മുസന്നിഫ് അത്ബ ചെയ്തു. സഹബിന് ഈ ആല് എന്താണ്? ഷാമിലി, അത് ഉൾക്കൊള്ളിക്കുന്നതായ. ഈ സഹബിൽ നിന്നുള്ള ചിലരി അല്ലെ, ആലില് ചിലപ്പോ സഹാബികളും പെടൂല. ആലിന്റെ മേലെ അത്ഭുതം, ആലില് ചില സഹാബികൾ പെടൂല, എല്ലാ സഹാബികളും പെടൂലെങ്കിലും. അതാണ് ആ ഷാമിലി ബാധിയും, സഹാബികളിൽ ചിലരെ ഇയാൾ ഉൾക്കൊള്ളിക്കും. അങ്ങനെയുള്ള ആലിന്റെ മേലാണ് മുസന്നിഫ് അത്ബ ചെയ്തത്. അത് എന്തിനാണ് അങ്ങനെ അത്ബ ചെയ്തത്? സലാത്തു ഫൈലടോ, ഈ സലാത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി. ആരെ? സലാത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ബാക്കിയവും സഹാബികള്, മറ്റു സഹാബികള്, ആലല്ലാത്ത സഹാബികളിൽ നിന്നും ബാക്കിയുള്ളവർ. ആലല്ലാത്ത ആല് എന്ന് പറഞ്ഞാൽ ചില സഹാബികൾ പെടുണ്ട്. മനസ്സിലാണ്ട് നിങ്ങൾക്ക്? തസ്മല സ്വലാത്ത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ആലല്ലാത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു ആലല്ല, ബനു ഹാശിം വൻമത്തിൽ പെട്ടതല്ല, തങ്ങളല്ല. ആല് എന്ന തങ്ങളിൽ പെടില്ല. പിന്നെ മഹാനവറുകൾ എന്നവർക്ക് ചിലപ്പോ തങ്ങൾ എന്നൊക്കെ പറയും. തങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളല്ല, ആലല്ല. അവരൊക്കെ പെടുത്താൻ വേണ്ടി. അപ്പൊ ആല് സഹബും തമ്മിലുള്ള ബന്ധം എന്താ? തബായുനാണോ? തസാവിയാണോ? ഉമൂമു ഖുസൂസ് മുത്തലക്കാണോ? ഉമൂമു ഖുസൂസ് മിൻവജിഹാണോ? ഒന്ന് ഖാസു ആണോ? മുത്തലക്ക്
എന്താന്ന് പറയടോ? തബായുനാണോ? ആലൊന്നും സഹാബി അല്ല, സ്വഹാബി ഒന്നും ആലും അല്ല, ആ കോലത്തിലാണോ? മുത്തസാവിയാണോ? എല്ലാ ആലും എന്നാല് ഒന്ന് ആം ഒന്ന് ഖാസു ആണോ? ഒന്ന് ആം ഒന്ന് ഖാസു ആണോ? ഇൻസാനും ഹൈവാനും പോലെ ഉമൂമ് ഖുസൂസ് മിൻ വജ്ഹിയാണ് അവിടെ. ചില ആമും ഉണ്ട് ഖാസും ഉണ്ട് രണ്ടിനും. ചില സഹാബികള് ആലാണ്, ചില ആല് സഹാബിയാണ്. ചില സഹാബി ആലല്ല, ചില ആല് സഹാബിയല്ല. അബിയദ് ഹയവാൻ നിൽക്കണ വരികയാണ്. ചില അബിയദ് ഹയവാനാണ്, ചില ഹയവാൻ അബിയദല്ല. ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആണ് ആണ് ബാധ ആണ് ബാധ ആണെന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വരാം. ബാധ അല്ല ബാധ അല്ല എന്ന് ഇപ്പുറത്ത് അങ്ങനെയും പറയാം. അങ്ങനെ പറയുന്നതാണ് എന്തെന്ന് പറയലേ എന്ന് പറയും. മറ്റേത് ഇൻസാനും ഹയവാനാണ്. ഇൻസാനൊക്കെ എന്തായിരിക്കും? ഹയവാനായിരിക്കും. അവിടെ എല്ലാം കുല്ലിയായിട്ട് ഒരു ഭാഗത്ത് വരാൻ കഴിയും. ഇപ്പുറത്തൊക്കെ വാദിയായിട്ടേ വരാൻ പറ്റുള്ളൂ. ചില ഹയവാന് ഇൻസാനാണ്, ഇൻസാനല്ല. എന്നാൽ ഇൻസാനൊക്കെ ഹയവാനാണ്. അപ്പോഴാണ് ഒന്ന് ഖാസും ഒന്ന് ആമും എന്ന് പറയുന്നത്. മറ്റേത് രണ്ടിലും ഉമൂമിന്റെ ഭാഗമുണ്ട്, രണ്ടിലും ഖുസൂസിന്റെ ഭാഗം ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴാണ് മീൻ വജിഹി.